തൃശൂർ, ആലപ്പുഴ, കോഴിക്കോട് വാർത്താ തരംഗിണി. പ്രിയപ്പെട്ട ശ്രോതാക്കൾ കുറേ അധികം കാലം കേട്ട ഒരു സംഭവമാണിത്. ഇന്ന് ലോക റേഡിയോ ദിനമാണ്. എൻ്റെ ഉള്ളിലൊക്കെ റേഡിയോ എപ്പോഴും ഉണ്ട്. കാരണം റേഡിയോ എന്ന് പറയുന്ന ഒരു അത്ഭുത മാധ്യമമാണ് ഇന്നും വിശ്വസിക്കുന്നത്. ഒരു ദൃശ്യമാധ്യമത്തിൻ്റെ നടുവിൽ നിൽക്കുമ്പോഴും ഏറ്റവും വേഗത്തിൽ നമുക്ക് ഒരു വാർത്ത നാട്ടുകാരിലെത്തിക്കാനുള്ള ഏറ്റവും എളുപ്പമുള്ള സംവിധാനം റേഡിയോ തന്നെയാണ്. സാധാരണക്കാരുടെ ആസ്വാദനത്തിന് പുതിയ മുഖം നൽകിയ ഉപകരണമാണ് റേഡിയോ. നിങ്ങൾക്കറിയുന്ന പോലെ ബ്രിട്ടീഷുകാരാണ് ഇന്ത്യയിൽ റേഡിയോ തുടങ്ങിയത്. അപ്പോൾ ആ റേഡിയോ, ഓൾ ഇന്ത്യ റേഡിയോ, അവസാനം ദൂരദർശന് അടിത്തറ പാകി. ദൂരദർശൻ രംഗമടക്കി വാണു. അത് കുറച്ച് കഴിയുമ്പോൾ സ്വകാര്യ ടെലിവിഷൻ ചാനലുകൾ രംഗത്ത് വന്നു. അപ്പം ദൂരദർശനൊക്കെ കുറച്ച് പിന്നാമ്പുറത്തേക്ക് പോയി. പക്ഷേ ദൂരദർശൻ വാർത്തയിലുള്ള ഒരു മികവും പെർഫെക്ഷനും ഒക്കെ ഇന്നും മലയാളികൾ ഓർമ്മിക്കുന്നു. പലപ്പോഴും ആൾക്കാർ പറഞ്ഞ് ഈ റേഡിയോ, ഓൾ ഇന്ത്യ റേഡിയോ എന്നൊക്കെ പറയുമ്പോൾ നമ്മളന്ന് ഈ റേഡിയോയിലൊക്കെ അവസാനം വർക്ക് ചെയ്യുന്ന സമയത്ത് 2000-ൻ്റെ തുടക്കത്തിലൊക്കെ ചില ആൾക്കാർ, നിങ്ങളെവിടെ വർക്ക് ചെയ്യുന്നത്? ഞാൻ ഓൾ ഇന്ത്യ റേഡിയോയിൽ. അത് ആളില്ല റേഡിയോ അല്ലേ ഇപ്പോൾ എന്ന് ആൾക്കാർ ചോദിക്കുമായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു പരിഹാസമായിട്ടാണ് അനുഭവപ്പെടുന്നത്. മാത്രമല്ല, ഞാനൊരിക്കൽ നമ്മുടെ കേരളത്തിലെ ഗവർണറായിരുന്ന എൻ വാഞ്ചുവിനെ ശബ്ദലേഖനം ചെയ്യാനായിട്ട് ഉപകരണവും പെട്ടിയായിട്ടൊക്കെ പോയി. അപ്പോൾ അവിടെ ദൂരദർശൻകാരുമുണ്ട്. അപ്പോൾ ദൂരദർശനും ARം തമ്മിൽ അന്നൊരു സൗന്ദര്യപ്പിണക്കം ഉണ്ട് കാര്യമായിട്ട്. അപ്പോൾ ഗവർണർ ഇങ്ങോട്ട് സംഭവമൊക്കെ കൃത്യം അദ്ദേഹം കോട്ട കെട്ടി ഇങ്ങോട്ട് വന്നിട്ട് പറഞ്ഞു, വി ക്യാൻ റെക്കോർഡ് റേഡിയോ ഫസ്റ്റ്. അപ്പോൾ ഓൾ ഇന്ത്യ റേഡിയോയ്ക്ക് വേണ്ടി ആദ്യം റെക്കോർഡ് ചെയ്യാമെന്ന് പറഞ്ഞപ്പം ഈ മനുഷ്യന് റേഡിയോയുടെയൊക്കെ എത്ര ആദരവാണ് എന്ന് ഞാൻ മനസ്സിലാക്കി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ADCയോട് പിന്നീട് അദ്ദേഹം അടക്കി പിടിച്ച ശബ്ദത്തിൽ പറയുന്ന ഒരു കാര്യം കേട്ട് എനിക്ക് ബോധക്കേട് വന്നു. അദ്ദേഹം പറഞ്ഞത്, ദാറ്റ് ക്യാൻ ബി എ റിഹേഴ്സൽ. അതായത് റേഡിയോ പറയുന്ന ഒരു റിഹേഴ്സലാക്കാം. കാര്യം അടുത്തത് ദൂരദർശൻ്റെ ഷൂട്ടിങ്ങാണ് വരുന്നത്. അപ്പോൾ ശബ്ദമൊക്കെ ഒന്ന് ക്രമീകരിക്കാനുള്ള റിഹേഴ്സലായിട്ട് ഓൾ ഇന്ത്യ റേഡിയോ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ തിരിച്ചു ചെന്ന് നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടറോട് പറഞ്ഞു, സാറേ ഈ സ്ഥാപനം ഇനി പൂട്ടുന്നതാണ് നല്ലത്, അത്രയും വലിയൊരു അവഹേളനമാണ് ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചതെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയൊക്കെ റേഡിയോ കാലഹരണപ്പെട്ടു എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ റേഡിയോ ഇന്നും ഏറ്റവും പവർഫുള്ളായിട്ടുള്ള ഒരു മാധ്യമമാണ്. അതേസമയം 1961 മുതൽ പലതരം റേഡിയോകൾ ശേഖരിച്ച് സൂക്ഷിക്കുന്ന ഒരു മനുഷ്യൻ്റെ കഥയിലേക്ക് ഞാൻ പോകുന്നു. റേഡിയോയോട് റെസ്പെക്റ്റുള്ള ആ മനുഷ്യൻ, അതോടൊപ്പം റേഡിയോയ്ക്ക് വേണ്ടി ജീവിച്ച എല്ലാ മനുഷ്യരെയും ഈ അവസരത്തിൽ ഞാൻ ഓർമ്മിക്കുന്നു. ഓവർ ടു ദാറ്റ് മനുഷ്യൻ. ഒരു കാലത്തിന്റെ താളവും ഒരു തലമുറയുടെ ഹൃദയവുമായിരുന്നു റേഡിയോ. അത്തരം റേഡിയോകൾ നിധി പോലെ കാത്തു സൂക്ഷിക്കുന്ന മനുഷ്യനുണ്ട് കൊല്ലം കുണ്ടറയിൽ. കണ്ണിൽ വിടരും കമലദളം, കവിളിൽ വിടരും അനുരാഗവതി, നിൻ ചൊടികളിൽ നിന്നാലിപ്പഴം പൊഴിയും. ഇത് മനോരേഷ്മയിൽ ഫെസ്റ്റസ് മനോജ്. അച്ഛനിൽ നിന്ന് പകർന്നു കിട്ടിയ റേഡിയോ കമ്പമാണ് മനോജിന്റെ ശേഖരത്തെ ഇത്ര സമ്പന്നമാക്കിയത്. എൻ്റെ ഫാദർ റേഡിയോ ഒക്കെ കേൾക്കുന്ന ആളായിരുന്നു. റേഡിയോ ഒരുപാട് പരിപാടികൾ കേൾക്കുന്നൊക്കെ ഒരാളാണ്. അപ്പം ഞാൻ ജനിച്ച കാലം തൊട്ട് ഫാദർ ഈ റേഡിയോ ഓൺ ചെയ്യുന്നതും അതിലെ പരിപാടികളും ഒക്കെ കേട്ടാണ് നമുക്ക് അന്ന് മുതൽ ഇതിനോടുള്ള ഒരു താല്പര്യം വന്നിട്ടുണ്ടായിരുന്നു. 1966 ടോൺ ഫങ്ക് എന്ന ജർമ്മൻ മെയ്ഡ് വാൽവ് റേഡിയോ ആണ് മനോജിന്റെ ശേഖരത്തിലേക്ക് ആദ്യമെത്തിയത്. പ്രൗഢി ഒട്ടും ചോരാതെ ആ റേഡിയോ ഇപ്പോഴും മനോജിന്റെ കൈവശമുണ്ട്. റേഡിയോ വീട്ടിലുണ്ടെങ്കിൽ അന്ന് സർക്കാർ ലൈസൻസ് വേണമായിരുന്നുവെന്നും മനോജ് പറയുന്നു. 1966 623 രൂപയ്ക്ക് കൊല്ലത്തുനിന്ന് വാങ്ങിച്ച റേഡിയോ ആണ്. ആ ബില്ല് ഞാൻ ഇപ്പോഴും സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഇന്നത്തെ തലമുറ അത്ഭുതപ്പെട്ടു പോകും, റേഡിയോ ഉപയോഗിക്കുന്നതിന് ലൈസൻസ് ആവശ്യമുണ്ടായിരുന്നു എന്നുള്ളത്. 1985 വരെ റേഡിയോയ്ക്ക് ലൈസൻസ് വേണമായിരുന്നു. 1985 വരെ ഈ ലൈസൻസ് റിന്യൂ ചെയ്തിട്ടുണ്ട്. നാഷണൽ, പാനസോണിക്, മർഫി, ടോൺ ഫങ്ക്, സോണിയും കെൽട്രോണും, ഹിറ്റാച്ചി, JVC, ഗ്രേഡിക്, ഫിലിപ്സ്, കലിപ്സോ, ചാർപ്പ്, സാനിയോ, പ്രസ്റ്റീജ് തുടങ്ങി ഒരുവിധം എല്ലാ കമ്പനികളുടെയും വ്യത്യസ്ത തരത്തിലുള്ള റേഡിയോകൾ ശേഖരത്തിന്റെ ഭാഗം. റേഡിയോകളുടെ പ്രത്യേകതകളെക്കുറിച്ച് വിശദമായി മനോജ് തന്നെ പറയും. ഈ 4 വിഭാഗങ്ങളായിട്ടാണ് ഇതിനെ തരംതിരിക്കാൻ ഒക്കുന്നത്. ഒന്ന് ആൻറ്റീക്ക്, മറ്റൊന്ന് വിൻറ്റേജ്, പിന്നീട് ക്ലാസിക്, സൂപ്പർ ക്ലാസിക്. റേഡിയോ ഏറ്റവും കൂടുതൽ വന്നിട്ടുള്ളത് മർഫിയാണ്. അന്നത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഫിലിപ്സും പിന്നീട് മർഫിയും, അത് രണ്ടുമാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത്. 9 ബാൻഡാണ് ഈ മർഫിയുടെ റേഡിയോയുടെ ഒരു പ്രത്യേകത. 9 ബാൻഡ് മർഫി എന്നൊക്കെ പറയുന്നത് റെയറസ്റ്റ് ഓഫ് ദ റെയർ എന്ന് പറയാവുന്ന ഒരു മോഡലാണ്. ഒരു കാലത്ത് ശ്രവണാസ്വാദനത്തിന് ആളുകൾ ഏറെ ആശ്രയിച്ചിരുന്ന റേഡിയോകൾ ഇക്കാലത്തും സജീവമായി നിലകൊള്ളുന്നുവെന്ന് മനോജ് പറയുന്നു. റേഡിയോ കണ്ടുപിടിച്ച ഗൂഗ്ലിയൽമോ മർക്കോണിയോടുള്ള ആദരസൂചകമായി ഇറക്കിയ കറൻസിയും നാണയത്തുട്ടും തപാൽ സ്റ്റാമ്പും എല്ലാം ശേഖരത്തിലുണ്ട്. കണ്ടതും കേട്ടതും, വയലും വീടും, യുവവാണി, ഇങ്ങനെയൊക്കെ പറയുന്നതിൽ ഏറ്റവും
നല്ല പരിപാടി എന്ന് പറയുന്നത് രഞ്ജിനിയാണ്. ഈ രഞ്ജിനിക്ക് വേണ്ടി ഞായറാഴ്ച ഉച്ചയ്ക്കുള്ള പരിപാടിക്ക് വേണ്ടി കാത്തിരിക്കും. പിന്നെ അന്നൊക്കെ വാർത്ത വായിക്കുന്ന എല്ലാവരെയും നമുക്ക് പരിചയമാണ്. രാമചന്ദ്രൻ, പ്രതാപൻ, വെൺമണി വിഷ്ണു, സുഷമ്മ, ഇങ്ങനെയൊക്കെ പറയുന്നത്. അറിവിന്റെ വിശാലമായ വാതായനങ്ങൾ തുറക്കുന്ന അനേകം കാഴ്ചകളുണ്ട് മനോജിന്റെ ശേഖരത്തിൽ. മകൻ അലക്സ് ക്രിസ്റ്റഫറും അച്ഛന് പിന്തുണയുമായി ഒപ്പമുണ്ട്. ആർ അരുൺരാജ്, 24, കൊല്ലം. പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രോതാക്കൾക്കും അറിയാനുള്ളൊരു കാര്യം, മലയാള സാംസ്കാരിക രംഗത്തും മലയാളത്തിൻ്റെ സമൂഹത്തിലുമൊക്കെ തന്നെ ഒരുപാട് പ്രതിഭകളെ സമ്മാനിക്കാൻ കേരളത്തിലെ ആകാശവാണി നിലയങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് ഇപ്പോൾ ടി വി രാധാമണി ചേച്ചി, എത്രയോ നല്ല പ്രതിഭാധണ്ടായ കലാകാരന്മാർ ഇപ്പോൾ എൻ്റെ ഓർമ്മയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഞാൻ